എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കാം. വെറും 3 സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ മധുരം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് ചവ്വരി ഒരു 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിൽ ഇത് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ചവ്വരി എല്ലാവർക്കും അറിയാവുന്ന സാധനമായിരിക്കും. സാബുദാന എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ചവ്വരി. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു കണ്ണാടി പരുവാവുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഇതപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ പശുവിൻ പാല് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ പാൽ അത്യാവശ്യം തിളയ്ക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ നേന്ത്രപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചവ്വരിയാണ് എടുക്കുന്നത് അതനുസരിച്ച് പഴത്തിൻ്റെയും പാലിൻ്റെയും അളവ് വ്യത്യാസപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പാലും 1 നേന്ത്രപ്പഴവും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഒരു 1/2 കപ്പിനടുത്ത് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം എൻ്റെ പഴം ഇത്തിരി മധുരം കുറഞ്ഞ പഴമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ഇട്ട് കൊടുത്തത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയുടെ ഒന്നും ആവശ്യം വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ ചതച്ചതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പം നമ്മുടെ പാലും പഴവും അതുപോലെ തന്നെ ചവ്വരിയും ഒക്കെ നന്നായിട്ട് മിക്സായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എത്രത്തോളം കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് തീ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഇത്തിരിയും കൂടെ തിക്കാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഡിഷിന് മലബാർ സൈഡിലൊക്കെ പാൽ വാഴയ്ക്ക എന്നാണ് പറയുന്നത്. പാലും അതുപോലെ തന്നെ വാഴപ്പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ടായിരിക്കും പാൽ വാഴയ്ക്ക എന്ന് അറിയപ്പെടുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് പായസം പോലെയോ അല്ലെങ്കിൽ ഒരു മധുര പലഹാരമോ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കിയത്. അപ്പം ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ടും കിസ്മസും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാൽവാഴക്കയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഒരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഡിഷായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ചവ്വരി നേന്ത്രപ്പഴമൊക്കെ കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.